സാറ് ജനങ്ങളുടെ മുഴുവൻ ആശങ്കയുണ്ട്, അവരുടെ പുച്ഛഭാവമുണ്ട്, വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്, തെരഞ്ഞെടുപ്പേ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനി നടത്തിയാലും പിണറായി മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം 10 ദിവസമായി. ഈ 10 ദിവസമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നില്ല. ലീഗ് സമ്മർദ്ദപ്പെടുത്തുന്നു, ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു എന്നൊക്കെയാണ് ഏറ്റവും ഒടുവിൽ, ഇന്ന് രാവിലെ ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ കേട്ടത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട ഏറ്റവും അവസാന ഘട്ടം എത്തിയപ്പോൾ ലീഗ് പറഞ്ഞു, ഔദ്യോഗികമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് കൂടി പറയണം. വീണ്ടും സമ്മർദ്ദത്തിലാക്കി എന്ന് പറയുന്നു. ചാർട്ടേഡ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തെന്ന് പറയുന്നു. അതിൽ KC വേണുഗോപാൽ ഇല്ല എന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല വീട്ടിൽ തന്നെ, VD സതീശൻ മാത്രമാണ് ഇപ്പോൾ കുടുംബസമേതം പരവൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ഇന്നെങ്കിലും, ഇന്നലെ പ്രതീക്ഷയുണ്ടായിരുന്നു, ഇല്ല, ഇന്നെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ കേരളത്തിനൊരു നാഥൻ? ഇതിനടുത്ത് തിരക്ക് 23 ദിവസം ഉണ്ടല്ലോ സമയം. സാർ, ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. സാധാരണക്കാർ, പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. നാഥനില്ലാ കളി, മൊത്തം അനിശ്ചിതത്വം. പോലീസിന് ഒരു പയ്യനെ പിടിച്ചു കഴിഞ്ഞാൽ വെട്ടിയടിക്കണം വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ. അപ്പം വായ സിനിമ കണ്ടില്ലേ? വായ 1 കണ്ടിട്ടുണ്ട്. വായ 2 കുറച്ചുകൂടി ഒരു സെൻസിബിൾ സിനിമയാണ്. വായ 1 കണ്ടിട്ടുണ്ട്. അതാണ് പുതിയ പിള്ളേർക്ക് ഇഷ്ടം. ലോക കണ്ടിട്ടുണ്ടോ? ജോൺ വിക്ക് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവരാണ് ഈ ഇലക്ഷന് കോൺഗ്രസ് ജയിപ്പിച്ച ഒരു ഘടകം ഈ പുതിയ പിള്ളേരാണ്. ഈ പുതിയ പിള്ളേർ ഞാൻ വിചാരിച്ചു പിണറായിൻ്റെ മാസ് ഡയലോഗ് കണ്ട് മൂപ്പർക്ക് വോട്ട് ചെയ്യുന്നു. പക്ഷെ അവർ ചെയ്തില്ല. അവർ VD സതീശന് വോട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ചെയ്തത്? കോൺഗ്രസ് ഭരണപത്രത്തിൽ VD സതീശൻ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടികൾ നിയമാനുസൃതമായി ഓൾട്ടർ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം അന്വേഷിക്കും. പിള്ളേർക്ക് അത് മതി, വണ്ടി ഓൾട്ടർ ചെയ്യണം. മനസ്സിലായി? ഇതാണ് ന്യൂജൻ. അപ്പോൾ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ. പിന്നെ ആർക്കാ പ്രശ്നം? പക്ഷെ നിങ്ങൾക്കും എനിക്കൊക്കെയാണ്. ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പ്രായം ചോദിക്കുന്നില്ല. ഏതായാലും 30 above ആയിരിക്കുമല്ലോ. ഞാൻ 40-45. അപ്പം നമ്മുടെ രാഷ്ട്രീയം പൊതുവെ കാണുന്നത് ഈ 90s കിഡ്സ്, അത് കഴിഞ്ഞുള്ള പിള്ളേർ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളുടെ ലോകമല്ല. അവരിതൊന്നും ഒരു ബോധയുടെ അല്ല. മനസ്സിലായത്? നിങ്ങളെ ഈ ഫേസ്ബുക്കിലൊക്കെ കമന്റിടുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ അധികം നമ്മളെ ഏജുള്ള കിളവന്മാരായിരിക്കും. അല്ലാതെ ഈ പറഞ്ഞ പുതിയ പിള്ളേരല്ല. ഈ പുതിയ പിള്ളേരെ പ്രൊഫൈലിൽ ഈ കമന്റിടുന്നവന്മാരാണെങ്കിൽ അത് ഈ പറയുന്ന മൊബൈൽ ഫാമിംഗ് നടത്തിയിട്ട് അത് ഏജൻസിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. പിന്നെ നിങ്ങൾ കോൺഗ്രസിനെ പറ്റി നിങ്ങൾക്കറിയാലോ. ലീഡറിൻ്റെ കൈ കടിച്ചു കൊടുത്ത സംഭവമായോ? കായംകുളം അങ്ങനെ പല സ്ഥലത്തും സീറ്റൊക്കെ ഉറപ്പിച്ച് വന്നതിന് ശേഷം ലീഡർ പോയി തിരുത്തിച്ചു. അങ്ങനെയാണ് മാലയിടത്ത് സരളാദേവിയൊക്കെ വർഷം സ്ഥാനാർത്ഥിയായത്. അവർ ലീഡർ മാറ്റിയ 3 പേരും ജയിച്ചു. എന്നാണ് ആരോ സ്നേഹം കൊണ്ട് ലീഡറിൻ്റെ കൈ കടിച്ചു കൊടുത്തു. ഇതൊക്കെ നടന്ന പാർട്ടിയാണ്. പിന്നെ ഉണ്ണിത്താൻ ചേട്ടൻ്റെ ശരത്ചന്ദ്ര പ്രസാദിൻ്റെ ദുര്യോഗം അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. ഇത് നമുക്ക് പുതുമയൊന്നുമല്ല. പുതിയ പിള്ളേർ ഇതേപറ്റി ബോധേഡല്ല. പിന്നെ ആരാണ് ബോധേഡ്? ദ മീഡിയ. നിങ്ങൾക്ക് ന്യൂസ് കിട്ടണ്ടേ? ഇത്രയും കാലം പിണറായി വിജയൻ അതിൻ്റെ തിരക്കില്ലാതെ വെച്ച് നിങ്ങളെ മനുഷ്യനെ മോശം എന്നാണ് കൊന്ന് കൊല വിളിച്ചത്. അങ്ങേര് ഈ മോശം പിടിച്ച് നടക്കുന്നതുകൊണ്ട്, നിങ്ങളാരെയും ഗവനിക്കാത്തതുകൊണ്ട് നിങ്ങൾ അങ്ങേരെ കൊന്ന് കൊല വിളിച്ചു. അപ്പം അങ്ങേര് പോയപ്പോൾ, എന്നാലും ഇപ്പം അങ്ങേരെ പറ്റി നല്ലത് പറയാനൊന്നും തോന്നുന്നില്ല. ഇപ്പം നിങ്ങൾ കോൺഗ്രസ്സുകാരെ മേൽ കയറിയിരിക്കുകയാണ്. അപ്പം ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. 23 വരെ സമയമുണ്ട്. അവർക്ക് മാൻഡേറ്റ് ഉണ്ട്. അവർ സമയം എടുത്ത് സാധ്യത കൂടുതലായിരിക്കും. സാധ്യത കൂടുതൽ ഇതിപ്പോൾ നമ്മൾ CPM ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ VS എന്നൊക്കെ പറയാം. കാരണം CPM കുറച്ചുകൂടി ഈ ജനങ്ങളുടെ പൾസ് നോക്കും. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടി എന്ന് വെച്ചാൽ അവിടെ ഒറ്റ പൾസേ ഉള്ളൂ. അത് ഹൈക്കമാൻഡ് പൾസാണ്. അതിപ്പോൾ ഒരു ആംഗ്ലോ ഇന്ത്യൻ പൾസാണ്. ആംഗ്ലോ ഇന്ത്യ അറിയാം. സോണിയാഗാന്ധി മദാമയാണ്, ഇറ്റലിയാണ്, രാജീവ് ഗാന്ധി ഇന്ത്യക്കാരനാണ്. അപ്പോൾ പിള്ളേർ ആംഗ്ലോ ഇന്ത്യൻ ആയിരിക്കുമല്ലോ. അതാണല്ലോ ആംഗ്ലോ ഇന്ത്യൻ. അപ്പോൾ അവരൊരു സെൻസിബിലിറ്റി നമ്മൾ കാണുന്ന CPMൻ്റെ ഒരു സെൻസിബിലിറ്റി ആയിരിക്കില്ല. താഴെ തട്ടെന്നുള്ള കാര്യം അവർ ഗൗനിക്കണമെന്നില്ല. ചിലപ്പം ഗൗനിച്ചു. പിന്നെ AK ആന്റണിക്ക് അവിടെ ഒരു സേയുണ്ട്, VM സുധീറിന് ഒരു സേയുണ്ട്. അപ്പം ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സതീശൻ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഇത് നമ്മൾ കാണുന്നത് കോൺഗ്രസിൽ ഒരു CPM മൂവ്മെൻ്റാണ്. അതായത് പിണറായി പാർട്ടി സംവിധാനം പിടിച്ചടക്കി. പാർട്ടി അനുയായികളും പിണറായിയുടെ കൂടെ ഇല്ല, VSൻ്റെ കൂടെയായിരുന്നു. ജനവും പിണറായി വലിയ ഭീകരനായി വന്നതോടുകൂടി അതുവരെ ഭീകരനായിരുന്ന VSൻ്റെ ജനം മാലാകയാക്കി. അതുവരെ
VS വീരനായിരുന്നല്ലോ നിങ്ങളെയൊക്കെ കണ്ടില്ലേ, വെട്ടി നികത്തൽ വീരൻ അത് ചെയ്തു. പിന്നെ നിങ്ങൾക്കൊക്കെ VS മാമനായി, അച്ചുമാമനായി, പിണറായി ഭീകരനായി. പിണറായിക്ക് ശേഷം ഒരു ഭീകരൻ വരാത്തതുകൊണ്ടാണ് ഇപ്പോൾ സ്വരാജിനൊക്കെ അവിടെ പിടിച്ചതേ നിങ്ങൾ സ്വരാജിനെ ആക്രമിച്ചോളൂ, എന്നാൽ സ്വരാജ് പിണറായിനെ കണ്ട് വലിയ ഭീകരനാണ്. അപ്പം അങ്ങനെ വന്ന സമയത്ത് അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈ പിണറായി പാർട്ടി എങ്ങനെയാണ് പിടിച്ചടക്കിയത് അതേപോലെ തന്നെയാണ് അത്, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ അതേ പാറ്റേണിലാണ് കണ്ണൂർക്കാരൻ തന്നെ ആയിട്ടുള്ള വേണുഗോപാൽ പാർട്ടി പിടിച്ചടക്കിയത്. കോൺഗ്രസിലെ ഭൂരിപക്ഷത്തിന് വേണുവിന് ഇഷ്ടമല്ല. വേണുവിനെക്കാട്ട് ഇവിടെ ജനങ്ങൾക്ക് സ്വാധീനമുണ്ട് ഷാഫി പാവമ്പ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, ന്യൂജൻ പിള്ളേരുടെ രാഹുൽ എന്താ തരംഗമെന്ന് പറയുന്നത്, അവരെ ഇതൊക്കെ ചെയ്തത് എന്നാണ് പറയുന്നത്. അതുപോലെ വേറൊരു ഇപ്പൊ ന്യൂജനോട് നിങ്ങൾ ആര് KPCC പ്രസിഡന്റ് ആണെന്ന് വെച്ചാൽ അവർ പറയാം സീനാദേവി കുഞ്ഞമ്മയാണ്. എന്താ ഫോളോയിങ്, ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 10 ലക്ഷക്കാണ് ഒരു മണിക്കൂർ കൊണ്ട് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർക്കൊക്കെയാണ് ഈ വേണുഗോപാലിനെക്കാട്ടും ഇവിടെ സ്വാധീനം. എന്നിട്ട് വേണു എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തെ വേണു പിടിച്ചു, സ്ഥാനാർത്ഥിത്വത്തിൽ ഇടപെട്ടു, വേണുവിൻ്റെ ആളുകളെ. പിന്നെ വേണുവിനെ സംബന്ധിച്ചിടത്തോളം വേണുവിന് പറഞ്ഞ വാക്ക് പാലിക്കണം എന്നൊരു നിർബന്ധമില്ല. അത് ന്യൂ ജനറേഷൻ്റെ പ്രത്യേകതയാണ്. ഇപ്പം പറയും നാളെ മാറ്റി പറഞ്ഞ നമുക്ക് പണ്ടൊരു കാമുകി ഉണ്ടെങ്കിൽ മിനിമം നമ്മൾ 6 മാസം ഒരു കാമുകിനെ സഹിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതല്ല, 2 ആഴ്ച ഉണ്ടാവില്ല, പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആയിരിക്കും, പഴയ കാമുകി ഫ്രണ്ട്സ് ആയിരിക്കും. അതൊന്നും അവർക്കൊരു വിഷയമുള്ള കാര്യമില്ല. വാക്ക് പാലിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരാളെ പ്രേമിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, നിങ്ങളത് പ്രേമിച്ചിട്ടുണ്ടാവില്ല, നമ്മളൊക്കെ കല്യാണം കഴിക്കും എന്നുള്ളൊരു ഫീലാണ്. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. ഇവരെങ്ങനെ എപ്പം ബ്രേക്കപ്പ് പാർട്ടി നടത്തണമെന്ന് ആദ്യം തീരുമാനിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് CPM-ൻ്റെ ഒരു കോൺഗ്രസിൻ്റെ CPM മൊമെൻ്റാണ്. അതായത് ഒരാൾ മുകളിൽ കൂടെ വന്ന് പാർട്ടി പിടിക്കുന്നു, ഒരാൾ ജനനായകനായി നിൽക്കുന്നു. ഈ ലീഗിന്റെ സമ്മർദ്ദം അതിൽ വഴങ്ങാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ കേവല ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ സീറ്റ് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതിന്റെ ആവശ്യകത ഇല്ല. എങ്കിൽ പോലും ലീഗ് വലിയ സമ്മർദ്ദം ചെലുത്തുന്നത്. ഇപ്പോൾ ലീഗിനെതിരെ കുഴൽനാടൻ്റെ പോസ്റ്ററിൽ തലവരെ വെട്ടി, ഉണ്ണിത്താൻ ലീഗിന് വേണ്ടി സംസാരിക്കാൻ, അങ്ങനെ പലരും ലീഗിന് വേണ്ടി എത്തുന്നു. ലീഗാണ് സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ഈ ഹൈക്കമാൻഡിൽ എത്രമാത്രം സമ്മർദ്ദം ലീഗ് ചെലുത്തിയാൽ വഴങ്ങാനുള്ള സാധ്യതയുണ്ട്? ഇറ്റ് ഡിപ്പെൻസ്. ആംഗ്ലോ ഇന്ത്യൻസ് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ആശ്രയിച്ചിരിക്കും. അതായത് ലീഗ് ആണ് ഈ കോൺഗ്രസിനെ നിലനിർത്തിയത്. അവരെ പിണറായി എപ്പോഴും അവർക്ക് ചുവപ്പ് പരാതാനം വിരിച്ചിരിക്കും. വേണം ആഭ്യന്തരം വരെ മുമ്പിൽ കൊടുക്കും. BJP ആണെങ്കിൽ BJPക്ക് ലീഗ് ആക്സെപ്റ്റഡ് ആണ്. രാജീവിനാണെങ്കിലും ലീഗ് ആക്സെപ്റ്റഡ്, അവർ ഓക്കെ പറഞ്ഞാൽ വരും ഓക്കെ. നിങ്ങളീ പറയുന്ന പോലെ അല്ല, TG മോഹൻദാസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ലീഗ് ഒരു മതേതര പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മതസൗഹാർദ്ദത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. ഉള്ളതുകൊണ്ട് ഞാനൊക്കെ പണ്ടേ കോൺഗ്രസ് ഫാമിലി ആയതുകൊണ്ട് ഞാനൊന്നും എങ്ങനെ ഞാൻ തീവ്രവാദി ആവില്ല. നമ്മുടെ നാട്ടിലൊക്കെ പല പിള്ളേരും തീവ്രവാദി ആവാതിരിക്കാൻ കാരണം ലീഗാണ്. ഇപ്പോഴത്തെ ലീഗ് IUML. അപ്പോൾ അവർക്കൊരു വലിയൊരു പങ്കുണ്ട് നമ്മുടെ നാട്ടിൽ മുസ്ലിംസിനെ. മലബാറിൽ ഇങ്ങനെ കൊണ്ടെടുക്കുക. നിങ്ങൾ മലബാർ മുസ്ലിംസിനെ പറ്റി അറിയില്ല, നിങ്ങൾ സൗത്തിലുള്ള ആളല്ല. നിങ്ങൾ തെക്കൻ മുസ്ലിംസിനെ പറ്റി. മലബാർ മുസ്ലിം വേറെ പ്രത്യേക തരം സ്പീഷീസാണ്. അവരെ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളവരെ ഒരിക്കലും നിങ്ങളവരെ വെറുക്കില്ല. കാരണം അവർക്ക് നീതിബോധമുണ്ട്, പറഞ്ഞ വാക്ക് പാലിക്കും, പിന്നെ നികുത്തില്ല. ഞാൻ ടോക്കിംഗ് അബൌട്ട് മലബാറി മുസ്ലിംസ്. നിങ്ങൾക്ക് പരിചയമുള്ള മുസ്ലിംസിനെ എനിക്കറിയില്ല. അപ്പം അതാണ് ലീഗ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൂറിൻ്റെ പുറത്താണ്, പറഞ്ഞ വാക്കിൻ്റെ പുറത്താണ് അവർ UDFൻ്റെ കൂടെ. ലീഗ് പ്രവർത്തിച്ചുകൊണ്ടാണ്, ലീഗിന് 20 സീറ്റ് നോക്കണ്ട, അവർ പ്രവർത്തിച്ചുകൊണ്ടാണ് പാലക്കാട് തൊട്ട് മഞ്ചേശ്വരം വരെയുള്ള സീറ്റുകൾ ഈ കോൺഗ്രസ് ജയിച്ചത്. ഇല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കില്ല ആ സീറ്റൊന്നും. ഇനി ഞാൻ പറയാം, ലീഗ് ഇല്ലെങ്കിൽ അവർ പാലക്കാട് തൊട്ട് മഞ്ചേശ്വരം വരെ ഒരു സീറ്റും കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത്. CPM കിട്ടും, കോൺഗ്രസിന് കിട്ടും. ചില സ്ഥലത്ത് BJP ജയിക്കുകയും ചെയ്യും. ഇസ് ക്ലിയർ? അപ്പോൾ ലീഗിന് ഒരു വലിയ സേ ഉണ്ട്. ലീഗിന് 20 സീറ്റാന്ന് നോക്കണം. പക്ഷെ ഇപ്പോൾ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ലീഗിനെ അങ്ങോട്ട് സൈഡ് ലൈൻ ചെയ്യാം എന്നാണ്. നിങ്ങൾ സൈഡ് ലൈൻ ചെയ്യൂ 5 വർഷം, 3 വർഷം കഴിഞ്ഞ് ലോക്സഭാ ഇലക്ഷൻ വരാനല്ലേ, അന്നപ്പോൾ നിങ്ങൾ വിവരമാവുന്നത്. അപ്പൊ ലീഗിനൊരു കോൺഗ്രസിന് ബോധം ഉണ്ടെങ്കിൽ ലീഗിന്റെ വാക്ക് ഇപ്പോൾ അവർ കേൾക്കും. അതായത് സാർ പറയുന്ന ലീഗിന് ഇപ്പോൾ സൈഡ് ചെയ്താൽ ലോക്സഭ ഇലക്ഷനിൽ ലീഗ് മാറും. ലീഗ് ഒന്നെങ്കിൽ മാറും, അല്ലെങ്കിൽ ലീഗ് ആ രീതിയിൽ പ്രവർത്തിക്കില്ല. അതോടുകൂടി കോൺഗ്രസിന് കട്ടയമ്പടം മുടങ്ങും മലബാറിൽ. ഈ ലീഗാണോ കോൺഗ്രസിനെ താങ്ങി നിർത്തുന്നത്? മലബാറിൽ കോൺഗ്രസ് ഉണ്ടോ? നിങ്ങൾ ഈ നിയമത്ത് കാണുന്ന സാധനമല്ല. മലബാറിൽ ഒന്നും നോക്ക്, ബാലുശ്ശേരിയൊന്നും ഈ സാധനമില്ല. പക്ഷെ ബാലുശ്ശേരി തവണ ജയിച്ചു. ലീഗാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അല്ല, പൊതുവിൽ ഈ ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. കേരളത്തിലില്ല, മലബാറിലില്ല. അപ്പൊ ലീഗ് നാളെ BJP-യിലേക്കോ CPM-ലേക്കോ മാറിയാൽ, അവരുടെ ഘടകകക്ഷിയാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? അങ്ങനെയാണെങ്കിൽ മോദി പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരത യാഥാർത്ഥ്യമായില്ലേ? പിന്നെ കോൺഗ്രസിന്റെ സ്ഥിതി
ഈ പറഞ്ഞ പോലെ സ്വരാജ് വെഞ്ഞാമോണ്ട് പറഞ്ഞ പോലെയാണ്. 2 ഓലക്കീറും ഒരു തുണിയും കൊടുത്തോളൂ എന്നെ മൂടാൻ.